തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നെടുന്തൂണുകളായിട്ടാണ് ആശാ വർക്കർമാർ പ്രവർത്തിക്കുന്നത്. കാരണം അവരാണ് വീടുകൾ വീടാന്തരം കയറി ഇറങ്ങി ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്, ബോധവൽക്കരണം നടത്തുന്നത്, അതേപോലെ തന്നെ പല രോഗങ്ങളും വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നത്, അതേപോലെ തന്നെ സർക്കാരിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത് ആശാപ്രവർത്തകരാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് മാസം 7,000 രൂപ മാത്രമാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ശരാശരി ഒരു കൂലിപ്പണിക്കാരന് 900 രൂപയാണ് ദിവസം കിട്ടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആശാ വർക്കർക്ക് കിട്ടുന്നത് 230 രൂപ മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്ന ആശാ വർക്കർമാർ അവർക്ക് തങ്ങളുടെ വേതനം കൂട്ടി നൽകണം എന്നാവശ്യപ്പെടുന്ന സമയത്ത് അത് ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അനുകൂലമായിട്ട് പ്രതികരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സമരം നീണ്ടുപോകുന്നത്. ഇപ്പൊ കേരളത്തിലെ സർക്കാർ ഏത് കാര്യത്തിനും കേന്ദ്രത്തെയാണ് കുറ്റം പറയുന്നത്. അപ്പൊ കേന്ദ്രത്തിന് പണം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ ആശാ വർക്കർമാർക്ക് പണം കൊടുക്കാൻ പറ്റാത്തത് എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒക്കെ അങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്. സത്യത്തിൽ നേരത്തെ തന്നെ കേരളത്തിലെ സർക്കാർ പറഞ്ഞിരുന്നത് ആശാ വർക്കർമാർക്ക് ഏറ്റവും കാര്യമായ ഓണറേറിയം കൊടുക്കുന്നത് കേരളമാണ്, അവരെ ഏറ്റവും പരിഗണിക്കുന്നത് കേരളമാണ് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ എന്നൊക്കെയാണ്. അപ്പം ഇപ്പോൾ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന പണത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പാക്കേജ് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിനവർ കാരണമായിട്ട് പറയുന്നത് എന്താണ്? കേരളത്തിലെ ഏതൊരാളും ന്യായമായിട്ട് ജോലി ചെയ്യുന്ന സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ശമ്പള വർദ്ധനവ് ചോദിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷെ ഈ സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിൽ അവരെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പൊ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഉണ്ട്. ആ PSCയിൽ 20 അംഗങ്ങളാണ് ഉള്ളത്. ഈ 20 അംഗങ്ങളെയും സർക്കാർ നോമിനേറ്റ് ചെയ്യാണ്. ഇവരൊക്കെ ഓരോ പാർട്ടികളുടെ പ്രതിനിധികളാണ്. ഇപ്പൊ ഇവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവായ മത്സര പരീക്ഷയിലൂടെ ജയിച്ചു വന്ന ആളുകളൊന്നുമല്ല. അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നിയമിക്കപ്പെടുന്ന ആളുകളാണ്. മന്ത്രിമാരുടെ ഭാര്യ, ഇപ്പൊ ശിവൻകുട്ടി മന്ത്രിയുടെ ഭാര്യ പാർവതി PSC അംഗമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം കൊണ്ട് മാത്രം അംഗങ്ങളായ ആളുകളാണ്. ആ ആളുകൾക്ക് ശമ്പളം ഇങ്ങനെ കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഉത്തർപ്രദേശ് പോലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സംസ്ഥാനത്ത് പോലും ഇത്രയൊന്നും PSCക്ക് അംഗങ്ങളില്ല. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം, മറ്റു സംസ്ഥാനങ്ങളായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്രയധികം അംഗങ്ങളുള്ളത് കേരളത്തിൽ മാത്രമാണ് 20 അംഗങ്ങളുള്ളത്. ഇവർക്കൊക്കെ കാറ് കൊടുക്കണം, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഏതാണ്ട് ഇപ്പോൾ പുതിയ വർധനവ് പ്രകാരം PSC ചെയർമാന് 4 ലക്ഷം രൂപയാണ് ശമ്പളം കിട്ടുന്നത്. അപ്പൊ അതിന്റെ പകുതി രൂപ ഇനി ആജീവനാന്തം 6 വർഷം ഒരാൾ PSC അംഗമായിട്ട് പ്രവർത്തിച്ചാൽ ആജീവനാന്തം അയാൾക്ക് ശമ്പളത്തിന്റെ പകുതി രൂപ പെൻഷനായിട്ട് കിട്ടുന്നു. അപ്പം കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ PSC അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ചെലവഴിക്കുന്നത്. അപ്പം എന്തിനാണ് ഇത്രയധികം PSC അംഗങ്ങൾ? ഇവർക്ക് എന്താണ് ജോലി? അപ്പം ആശാപ്രവർത്തകർ ആരോഗ്യ മേഖലയിൽ വളരെ വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി അവര് വളരെ സംഘടിതമായ രീതിയിൽ കാര്യക്ഷമമായിട്ട് അവർ പരിഗണിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവരെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മറിച്ച് PSC അംഗങ്ങൾക്ക് വേണ്ടത്ര കൊടുക്കുന്നു, അവർക്ക് കൂട്ടിക്കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, അവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അതിന് യാതൊരു ഇപ്പം നിയമന നിരോധനമാണ് സർക്കാർ എപ്പോഴും നടത്തുന്നത്. കാരണം എന്താ? പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമന നിരോധനം നടത്തുന്നത് അല്ലെങ്കിൽ നിയമനം നടത്താതിരിക്കുന്നത്. പക്ഷെ PSC അംഗങ്ങൾക്ക് ആവശ്യത്തിലധികം ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതറുകയാണ്. കാരണം ഇവരൊക്കെ പാർട്ടിയുടെ സ്വന്തക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പം KV തോമസ് കോൺഗ്രസ് നേതാവായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം CPM-ന്റെ കൂടെ വന്നു. അപ്പൊ അദ്ദേഹത്തെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധിയായി അദ്ദേഹത്തിന് ചെലവഴിക്കാനുള്ള യാത്രാ ഭത്തങ്ങനെ കൂട്ടി ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ സ്വന്തക്കാർക്കൊക്കെ ആവശ്യത്തിന് കൊടുക്കാൻ പണമുണ്ട്. ഇപ്പൊ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് എന്താണ് യോഗ്യത? പാർട്ടിക്കാരനായിരിക്കണം, അത്രമാത്രം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ 5 വർഷത്തേക്ക് ഒരു മന്ത്രിയുടെ കൂടെ നിർത്തുന്നതിന് പകരം 2.5 വർഷം നിർത്തുന്നു, അടുത്ത ആളെ കൊണ്ടുവരുന്നു. അപ്പൊ ഇയാൾക്കും ശമ്പളം കൊടുക്കുന്നു, ഇയാൾക്കും പെൻഷൻ കിട്ടുന്നു, അടുത്ത ആൾക്കും ശമ്പളം കൊടുക്കുന്നു, അയാൾക്കും പെൻഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു കറവ പശുവായിട്ട് ഈ പാർട്ടിക്കാരെ തീറ്റിപ്പോറ്റാനുള്ള കറവ പശുവായിട്ട് പൊതു ഖജനാവിനെ ദുരുപയോഗപ്പെടുന്ന ആളുകൾ യഥാർത്ഥമായിട്ട് ന്യായമായിട്ട് ശമ്പള വർധനവ് കിട്ടേണ്ട ആളുകളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ വളരെ മുൻപന്തിയിലാണെന്നാണ് പറയുന്നത്.
അപ്പൊ അതല്ല എന്ന് ഒരുപാട് തവണ തെളിയിച്ചു കഴിഞ്ഞാണ്. പക്ഷെ അവരുടെ അവകാശവാദങ്ങൾ നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ പോലും അതിന് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ആശാപ്രവർത്തകരെ അവർക്ക് എന്ത് വില കൊടുത്തും അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് സർക്കാർ ഒരിക്കലും ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ലെന്നാണ് പൊതുവെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായം.